ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദയുടെ കാര്യങ്ങൾ XMLAയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതത്തിനെ ഒരുമാതിരി കളിയാക്കിയിട്ട് അയാൾ അവിടെ നിന്ന് പോയി. ഇതേ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഗൗതത്തിനോട് ഇടുക്കി ഓഫീസിലേക്ക് വിളിച്ച് ഏലപ്പാറയിലേക്ക് ഒരു സ്പെഷ്യൽ സ്ക്വാഡിനെ പറഞ്ഞു വിടാൻ പറയാമെന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അവൻ ഏലപ്പാറയിലേക്ക് പോകാൻ ചാൻസ് ഇല്ലെന്നും ചന്ദ്രചൂഡൻ വളരെ സൂത്രശാലിയാണെന്നും നമ്മളെ വഴിതെറ്റിക്കാനാകാനേ വഴിയുള്ളൂ എന്നും പറഞ്ഞു ഗൗതം. അപ്പോൾ എനിക്കും തോന്നിയെന്നും മറ്റു ആൾക്കാരും പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞതിനേക്കാളും നേരെ ഓപ്പോസിറ്റ് നമ്മൾ മടങ്ങണം, നേരെ കന്യാകുമാരിക്കാണ് പോകേണ്ടത്, അല്ലെങ്കിൽ തെങ്കാശി റൂട്ട് എന്ന് പറയുമ്പം ശരിയെന്നും പറഞ്ഞു അവർ. അവൻ നമ്മുടെ പരിധി വിട്ട് സംസ്ഥാനം വിടാനേ ശ്രമിക്കൂ എന്ന് പറയുമ്പോൾ ഒരു ടീമിനെ ആ ഭാഗത്തേക്ക് അയക്കാൻ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതിന് മുന്നേ തന്നെ ഓഫീസിലേക്ക് എത്തിയിട്ടോ. ഓഫീസിലെത്തി ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക, ആകെ സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് സാറിൻ്റെ ഭാര്യ ഫോണിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സിമ്മ് മാറ്റിയെന്നുള്ള കാര്യം പറയുവാണ് കീഴുദ്യോഗസ്ഥൻ വന്നു ഗൗതത്തിനോട്. അത് കേട്ടപ്പോഴേക്കും ഞെട്ടിയിട്ട ഗൗതം, സാർ പുതിയ സിമ്മിട്ട് ഫോൺ ഇപ്പോഴും ആക്ടിവേറ്റ് തന്നെയാണെന്ന് പറയുമ്പോൾ അഖിൽ അതൊരു നല്ല സൂചനയല്ലേ എന്ന് ചോദിച്ചു. സാറിൻ്റെ വൈഫ് യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ നമ്പറുകൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഈ കാര്യം കണ്ടെത്തിയതെന്നും പറഞ്ഞു. അപ്പം അതിൽ പുതിയ സിം കാർഡ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അത് നന്ദ തന്നെയാണോ ചെയ്തത്, അത് മറ്റാരെങ്കിലും ആണോ ചോദിച്ചപ്പം അതൊക്കെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞു. അത് അന്വേഷിച്ച് നോക്കിയിട്ടേ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ വേഗം വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്നും പറഞ്ഞ് ഗൗതം പോകാൻ ഇറങ്ങുന്നു. അപ്പോൾ സാറിൻ്റെ ഭാര്യയെ കണ്ടെത്താൻ ഈ നാട് മുഴുവൻ ഈ രാത്രി നടക്കുന്നെങ്കിലും സാർ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമ്മൾ ഇന്ന് തന്നെ മേഡത്തെ ഉറപ്പായും കണ്ടെത്തും സാർ എന്നും പറഞ്ഞുകൊണ്ട് കൂടെയുള്ള ആ ഉദ്യോഗസ്ഥൻ പറയുവാണേ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ അത് ഗൗതത്തിന് ഒരുപാട് ഒരു എന്താ പറയുക ഒരു ഇത് തോന്നി. അപ്പോൾ അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം അങ്ങ് പോകാൻ ഇറങ്ങുന്ന സമയത്തും ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് നൂറ് കൂട്ടം കാര്യങ്ങളും ചിന്തകളും ഒക്കെയാണ് വരുന്നത്. അങ്ങനെ ഗൗതം പോകുന്നു. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി വീട്ടിലിങ്ങനെ തളർന്ന് അവിടെ കിടക്കുവാണ്, മകൻ വരുന്നത് നോക്കി. അങ്ങനെ വെളുപ്പാങ്കാലമായി നമ്മുടെ ഗൗതം വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആരാണെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പാഞ്ഞ് ചെല്ലുക കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും. അപ്പോൾ തൊട്ടരികിൽ പ്രിയയുണ്ട്. ഗൗതം കയറി ചെന്നത് കണ്ടതും മോനെ ഗൗതം എന്തായെന്ന് ചോദിച്ചു ലക്ഷ്മി. മോനെ ഒന്ന് പറയടാ, നീ ഒന്ന് പറഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുക. അമ്മ ഞാൻ അന്വേഷിക്കുന്നുണ്ടെന്ന് ഗൗതം അന്നേരം പറഞ്ഞു. അപ്പോൾ നമ്മുടെ നന്ദമോള് എവിടേക്കാണ് പോയതെന്നോ ഇപ്പോൾ എവിടെയുണ്ടെന്നോ ഒന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ, പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പോലീസിന് രാത്രി തന്നെ സൂചന ലഭിച്ചേനെ എന്നുള്ള കാര്യങ്ങൾ പറയും അപ്പോഴേക്കും ഗൗതം. എന്നാലും ഗൗതം നേരത്തോട് നേരായില്ലേടാന്ന് ചോദിച്ചപ്പം പ്ലീസ് പ്രിയേച്ചി എന്നെ ഇങ്ങനെ ടെൻഷനിലാക്കരുത്. രാത്രി മുഴുവനും ഞാൻ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി മാത്രം വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പോകുമ്പോൾ മോനെ ഗൗതം എന്നും പറഞ്ഞ് വിളിച്ചിങ്ങനെ അമ്മ മോനോട് ഓരോന്ന് ചോദിക്കാനായിട്ട് തുടങ്ങുന്നു. അമ്മ എവിടെയാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. പിന്നെ ഈ പ്രിയയ്ക്കും ആകെ വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രിയ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഞാൻ അന്വേഷിക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞ് ഗൗതം അകത്തേക്ക് കയറി പോവുക. ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര കരഞ്ഞ് തകർന്ന് ഇങ്ങനെ നിൽക്കുന്ന ലക്ഷ്മിയെ സമാധാനിപ്പിക്കാനായിട്ട് പ്രിയ അടുക്കിലേക്ക് ചെല്ലുന്നു. അങ്ങനെ നമ്മുടെ ഗൗതം മുറിയിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് പലതും ആലോചിക്കുന്നു. പിന്നെ റൂമിൽ നന്ദ ഉണ്ടായിരുന്ന സമയത്ത് അവരുടേതായ ആ ഒരു സമയങ്ങൾ, പ്രണയം, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് പിങ്കി കടന്നു വരുന്നത്. പിങ്കി കടന്നു വന്നപ്പം പിങ്കി തിരിച്ചെത്തിയെന്ന് പ്രിയേച്ചി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു ഗൗതം. പിണക്കും എല്ലാം മാറ്റിവെച്ച് തിരിച്ചു വരാൻ പിങ്കി കാണിച്ച ആ ഒരു ഇതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചെത്തിയെന്ന് അറിഞ്ഞിട്ടും ഗൗതം ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പിങ്കി അന്നേരം ഗൗതത്തിനോട്. നന്ദ മിസ്സായ വിവരം പിങ്കിക്ക് അറിയാവുന്നതല്ലേ. അതിൻ്റെ തിരക്കിലും ടെൻഷനിലും ഇടയിൽ എൻ്റെ അവസ്ഥ പിങ്കിക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. നന്ദ എനിക്ക് ചില ഉറപ്പുകളൊക്കെ തന്നിട്ടുണ്ടെന്നും പിന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വന്നതെന്നൊക്കെ പിങ്കി പറയുക. അതൊന്നും സംസാരിക്കാനുള്ളൊരു മൂഡിലല്ല ഞാനിപ്പോൾ എന്ന് ഗൗതവും പറഞ്ഞു. ഒന്ന് ഫ്രഷായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോകണം. എനിക്ക് നന്ദയെ കണ്ടുപിടിക്കണം. നന്ദയെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഉറപ്പായിട്ടും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഒന്ന് ഞെട്ടി. അതിന് പിങ്കിക്ക് ഇപ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു ഗൗതം. പിങ്കിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം നന്ദയെ കാണാതായതിൻ്റെ പാപഭാരവും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ചേർന്ന് എൻ്റെ തലയിൽ ഇപ്പം കെട്ടിവെച്ചിരിക്കുന്നത് എന്ന് പിങ്കി പറയാം. മനസ്സിലായില്ല. നന്ദയെ ഞാൻ കൊട്ടേഷൻ കൊടുത്ത് അപായപ്പെടുത്തിയെന്നാ വല്യമ്മായി പോലും വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ചിരിക്കുക നമ്മുടെ ഗൗതം. അതിൽ അത്ഭുതമൊന്നും ഉള്ള കാര്യമല്ലല്ലോ. ആ പുള്ളിക്കാരിക്ക് എന്ത് വേണേലും ചിന്തിക്കാമല്ലോ. അല്ല
അക്കാര്യത്തിൽ ഗൗതത്തിന് ഇനി എന്നെ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും ആ ഒരു ക്രെഡിറ്റ് പിങ്കിക്ക് ഞാൻ തരില്ല. കാരണം നന്ദയുടെ മിസ്സിങ്ങിന് പിറകിൽ സംശയിക്കാൻ വേറൊരാൾ പോലീസിന് മുന്നിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആരാ അതെന്ന് ചോദിച്ചു. അപ്പോൾ വിക്രത്തിൻ്റെ കാര്യം പറഞ്ഞു. അവനാണ് ഇതിനകത്ത് പോലീസിൻ്റെ നോട്ടപ്പുള്ളി. അതുകൊണ്ട് പിങ്കിയെ സംശയിക്കേണ്ട എന്ന് വല്യമ്മയോടും എൻ്റെ അച്ഛനോടൊക്കെ ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ഗൗതം ഫ്രഷ് ആകാനങ്ങ് പോയി. പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിങ്കി ചെന്ന് വിവരങ്ങളെല്ലാം ബാക്കിയുള്ളവരോട് എല്ലാവരോടും പറയാം. അപ്പോൾ അവൻ നിന്നോട് ഈ കാര്യം തർപ്പിച്ച് പറഞ്ഞോ മോളെ എന്ന് മഹി ചോദിച്ചപ്പോൾ ഒരു പോലീസുകാരൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നുണ പറയില്ലല്ലോ. എൻ്റെ ഈശ്വര, എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു രാക്ഷസനാണ് അവന് നന്ദമോള് പറഞ്ഞിട്ടുള്ളത്. ആ ദ്രോഹി എങ്ങനെ നമ്മുടെ കുഞ്ഞിനെ എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ പറയുമ്പം ആ ഗൗതം ഉണ്ടല്ലോ അവനെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു മഹി. എന്തായാലും ഗൗതം അവനെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നെന്താണെന്ന് ചോദിച്ചു. ഉടനെ പോലീസ് അവനെ ട്രേസ് ചെയ്തോളും, പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു പ്രിയ. എന്നാലും നമ്മുടെ നന്ദ അവൻ്റെ കസ്റ്റഡിയിലല്ലേ, അവൻ അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളഞ്ഞാലോ. അപ്പോൾ ചെറിയമ്മ വേണ്ടാത്തതൊക്കെ ആലോചിച്ച് BP കൂട്ടണ്ട, അവനിപ്പോൾ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും എന്നൊക്കെ പ്രിയ ലക്ഷ്മിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. അവൻ്റെ ഓരോ നീക്കങ്ങളും പോലീസ് അപ്പോൾ അറിയുന്നുണ്ടാവും. ഇതെന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥ വിക്രത്തെ പിടികൂടിയാലേ അറിയാൻ പറ്റൂ എന്നും പറഞ്ഞു മോഹിനി. അല്ല, അവൻ തട്ടിക്കൊണ്ടു പോയതാണോ, അവൻ വിളിച്ചിട്ട് നന്ദ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണോ എന്നൊക്കെ ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മോശക്കാരിയായി സംസാരിക്കുമ്പോൾ മോഹിനി, ഞാൻ നിനക്ക് പലതവണ താക്കീത് തന്നിട്ടുള്ളതാ. ഞാൻ കേൾക്കെ നന്ദമോളെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന് നീ മറന്നുപോയോ എന്ന് ചോദിച്ചു. അതെങ്ങനെയാ? എൻ്റെ അമ്മയുടെ കാല് തടവി കൊടുത്ത് മോഹിനി ചെറിയമ്മയുടെ ബുദ്ധി കൂടി മരവിച്ച് തുടങ്ങിയെന്ന് പ്രിയ പറഞ്ഞു. കഷ്ടം എന്നും പറഞ്ഞു. അപ്പോഴേക്കും രണ്ടെണ്ണം ചമ്മി കിട്ടും. അപ്പോൾ പവിത്രയ്ക്ക് സന്തോഷമായി. പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ സമയത്ത് മഹിയൊക്കെ ഇങ്ങനെ ഭയങ്കര കലിപ്പിലിരിക്കും, ഒന്നും പ്രതികരിക്കാൻ കഴിയാതെ. അവളുടെ മിസ്സിങ്ങിന് പിന്നിൽ ആ വിക്രമാണ് എന്നറിഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ഓമനപുത്രി ഈ അമ്മയെ പ്രതിപട്ടികയിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി തരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അന്നേരം പ്രിയ ഒന്നും മിണ്ടിയില്ല കേട്ടോ. അത് കേട്ടപ്പോൾ ഇവിടെ നടന്ന വേറൊരു കാര്യം അറിഞ്ഞില്ലല്ലോ ഏട്ടത്തി, ആ പെണ്ണിനെ ഞാൻ ഏതാണ്ട് ചെയ്തു എന്നും പറഞ്ഞു ലക്ഷ്മി എന്നെയും പ്രതിപട്ടികയിലാക്കിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ എൻ്റെ ലക്ഷ്മി തമ്പുരാട്ടിയെ, ഇപ്പോൾ സത്യങ്ങളൊക്കെ വെളിവായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നീയും എൻ്റെ മോനെ കൊണ്ട് എൻ്റെ കയ്യിൽ വിലങ്ങണീക്കരുത് പ്ലീസ് ട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പം നന്ദമോളോടുള്ള നിങ്ങളുടെ ഈ പോരിനിയും തുടർന്നാൽ അത് തന്നെ എനിക്ക് ചെയ്യേണ്ടി വരുമെന്ന് ലക്ഷ്മി മുഖത്ത് നോക്കി പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും പുറത്തേക്ക് ഒരു വണ്ടി വന്നു. അപ്പോൾ പുറത്തേക്ക് വണ്ടി വന്നു. അപ്പോഴേക്കും പവിത്രയാണ് ഇറങ്ങി ചെല്ലുന്നത് ആരാ എന്താണെന്നൊക്കെ അറിയാനായിട്ട്. ഈ സമയത്ത് 2-3 പേര് സ്ത്രീ അടക്കം വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരിക. ഓടിക്കതച്ചകത്ത് നിന്ന് വല്യമ്മേ ചാനലുകാരാ ആ ക്യാമറയും കിടിമിടിയൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ പവിത്ര കയറി ചെല്ലുന്നത്. ചാനലുകാർ അവർക്കെന്താ ഈ വീട്ടിൽ കാര്യം എന്നൊക്കെ ഇങ്ങനെ അന്നേരം അവിടെ നിന്ന് ചിന്തിക്കാട്ടെ ഇവർ. ഇനിയിപ്പോൾ അവളെ കാണാതായതെല്ലാം കൂടെ TV വരുത്താനുള്ള വരവായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ശരിയാന്ന് പവിത്ര. എൻ്റെ ഈശ്വര, മീഡിയക്കാരാ സൂക്ഷിച്ച് നിന്നോണം കേട്ടോ, പിങ്കി നോക്കിയും കണ്ടൊക്കെ വർത്താനം പറയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും ലക്ഷ്മിക്ക് ടേസ്റ്റായി. അപ്പോൾ ഇത് വെറൊരു മീഡിയ അല്ല, എന്തിനും പോകുന്ന സോഷ്യൽ മീഡിയ ആണെന്നും അതുകൊണ്ട് വളരെയേറെ സൂക്ഷിക്കണമെന്നും പറഞ്ഞു. അപ്പം നമ്മൾ ആരും സംസാരിക്കേണ്ട, അവരോട് ഗൗതം കാര്യങ്ങൾ സംസാരിച്ചോളൂ എന്ന് മഹേശ്വരൻ പറയുമ്പം അത് ശരിയാ, അമ്മാവൻ പറഞ്ഞത് തന്നെയാണ് ശരി, അവരോട് ഗൗതം സംസാരിച്ചോളൂ എന്ന് പിങ്കി. അപ്പോൾ ഒഫീഷ്യലായിട്ടെല്ലാം പറഞ്ഞോളൂ, വേറെ ആരും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാ സേഫ് എന്നൊക്കെ പറഞ്ഞ് പിങ്കി. അതെ പിങ്കിമോള് പറഞ്ഞതുപോലെ തന്നെ അവരോടാരും ഒരക്ഷരം പോലും മിണ്ടരുത് കേട്ടോ, പറയേണ്ടതൊക്കെ ഗൗതം പറഞ്ഞോളൂ എന്ന് വല്യമ്മയും. പവിത്രേ, നീ പോയി ഗൗതത്തിനോട് വിവരം പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് പവിത്രയെ പറഞ്ഞു വിടുക. അപ്പോഴേക്കും ഇവിടെ ചേച്ചി ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇതിൽ നിന്ന് തലയൂരണ്ടേ, അതിന് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ അവളെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ അങ്ങ് പറഞ്ഞിട്ട് ഇച്ചിരി സെൻറ്റിമെൻ്റലായിട്ട് അങ്ങ് നിന്നാലോ എന്ന് മോഹിനി ചെന്ന് വല്യമ്മയോട് ചോദിക്കുന്നു. അപ്പോഴേക്കും നീ ഒന്ന് പോ മോഹിനി എന്ന് പറഞ്ഞ്, നമുക്ക് നല്ലത് അതാന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി വന്നു. പിന്നെ നമസ്കാരമൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കൺഗ്രാജുലേഷൻസ് എന്നാണ് വന്ന് കയറിയതും അവർ പറഞ്ഞത്. കൺഗ്രാജുലേഷൻസോ? ഒരു പെൺകൊച്ചിനെ കാണാതായിട്ട് കയറി വന്ന് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് മോഹിനി അന്നേരമാണെന്ന് പറഞ്ഞു. നിന്നവരെല്ലാവരും അന്താളിച്ചിങ്ങനെ നോക്കുക കേട്ടോ, ഇതെന്താ സംഭവം എന്ന് ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ ഗൗതം ഇറങ്ങി വന്നു. അപ്പോൾ എന്താ നിങ്ങൾ ഇവിടെയെന്ന് ചോദിച്ചു. ഞങ്ങൾ വിവരം അറിഞ്ഞിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വിവരമാണെന്ന് ഗൗതം ചോദിച്ചു. ആരാ നിങ്ങൾക്ക് ഈ വിവരങ്ങളൊക്കെ ലീക്ക് ചെയ്ത് തരുന്നത്? ലീക്ക് ചെയ്തെന്നു സാർ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു. സാർ, ഞങ്ങൾ വിവരം പ്രോപ്പർ ചാനലിലൂടെ തന്നെയാണ് അറിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക.
ഇത് എന്നതാ സംഭവം? അപ്പോൾ എന്താ? ഓക്കെ അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ, എന്താ ഇവിടെ വെച്ചുള്ള ലൈവ് ഷോ ഒന്നും വേണ്ട എന്ന് നമ്മുടെ ഗൗതം അവരോട് പറയുന്നു. അപ്പോൾ സാറ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞാൻ പ്രസ് മീറ്റ് വിളിക്കാം, അപ്പോൾ ഞാൻ സംസാരിച്ചോളാം, തൽക്കാലം നിങ്ങൾ തിരിച്ചു പോകാൻ പറഞ്ഞു. അയ്യോ സാർ, അങ്ങനെ പറയരുത്. ഞങ്ങൾ അതിരാവിലെ തന്നെ ബുദ്ധിമുട്ടി ഇവിടെ വന്നത് അളകനന്ദയെ നേരിട്ട് അഭിനന്ദിക്കാനും ആ കുട്ടിയുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഞങ്ങളുടെ ഓൺലൈൻ ചാനലിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പ്ലീസ് സാർ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ ഇവരെല്ലാവരും ഞെട്ടുവാണേ. എന്താ പറ്റിയതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഇവർക്കാർക്കും. ഇതിപ്പോൾ കാര്യങ്ങളൊന്നും കണക്റ്റ് ആവുന്നുമില്ല. അളകനന്ദയെ അഭിനന്ദിക്കാനോ? എന്തിന്? എന്താ കാര്യം? അപ്പോൾ സാറ് വിവരമൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് വിവരം? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? സാർ, അത് പിന്നെ സാറിൻ്റെ വൈഫല്ലേ അളകനന്ദ? അതെ സാർ, ഇന്നലെ രാത്രി വൈകി വന്ന മെഡിക്കൽ എൻട്രൻസ് ലിസ്റ്റിൽ സാറിൻ്റെ വൈഫ് അളകനന്ദയ്ക്കാണ് സ്റ്റേറ്റ് ലെവലിൽ 7th റാങ്ക് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക കേട്ടോ, ശരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗൗതം. അതുപോലെ തന്നെ ലക്ഷ്മിയും പ്രിയയും. അപ്പോഴേക്കും പിങ്കിയുടെ കണ്ണൊക്കെ ഇങ്ങനെ തുറിച്ച് വന്നു. അങ്ങനെ ഇവരെല്ലാവരും വായും തുറന്ന് ഇങ്ങനെ നിൽക്കുക, ശത്രുക്കളായ വ്യക്തികളെല്ലാവരും. ഈ സമയത്ത് സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് നമ്മുടെ ഗൗതത്തിന് ഒരു നിമിഷം അറിയില്ല. അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ വൈഫിന് എൻട്രൻസ് റാങ്കിൻ്റെ പൊൻതിളക്കം എന്ന ടൈറ്റിൽ ഒരു സ്റ്റോറിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സർ പ്ലീസ് സർ, ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറയുമ്പോൾ അത് പിന്നെ പവിത്ര ഇവർക്ക് എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു നമ്മുടെ ഗൗതം. അപ്പോഴേക്കും പവിത്ര സ്വീറ്റ്സ് എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ഓടി. പക്ഷേ ആരെ മുന്നിൽ കൊണ്ടേ നിർത്തി ഇവർ സംസാരിപ്പിക്കും. ആ സമയത്ത് അളകനന്ദയെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അളകനന്ദയെ വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെന്താ സാർ, അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പം അല്ല പ്രശ്നമൊന്നുമില്ല, അവളിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ പോയതാണെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് അവൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്ലീസ് സാർ പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിർബന്ധിക്കുക. ഈ സമയത്ത് ഗൗതത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഗൗതം ഇങ്ങനെ ആകെ പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗൗതം അളകനന്ദ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇൻ്റർവ്യൂ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനും ഗൗതം തയ്യാറായില്ല. പ്ലീസ് സാർ എന്ന് പറഞ്ഞ് ഇവർ കയ്യെ കാലെ പിടിക്കുക. അവസാനം നമ്മുടെ ഗൗതം തന്നെ സമ്മതിച്ചു. എന്നിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗൗതം മറുപടി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അളകനന്ദയുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദയോടുള്ള തൻ്റെ സ്നേഹം അല്ലെങ്കിൽ കരുതൽ ഇതെല്ലാം ആ ടെലിവിഷൻ ചാനലുകാരോട് നമ്മുടെ ഗൗതം പറയുന്നതെല്ലാം കലിപ്പോടുകൂടി അവിടെ നിന്ന് നമ്മുടെ പിങ്കി കണ്ടുകൊണ്ട് നിൽക്കുക. പിങ്കിക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പിങ്കി ഇങ്ങനെ പല്ലുറുമ്മി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവളുടെ ഈ വിജയം എൻ്റെ കൂടി അഭിമാനമാണെന്നും ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് ഈ മിന്നും വിജയം അവൾ നേടിയത്. ഒരു പക്ഷെ ഞാൻ കെട്ടിയ താലിയേക്കാൾ വിലപ്പെട്ടതാണ് അവളെടുത്ത ആ ഒരു എഫേർട്ട്, അവളെടുത്ത എഫേർട്ട് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം പറയുന്നു. എനിക്കിപ്പം അവളോട് സ്നേഹവും അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ഇപ്പോൾ എനിക്ക് അവളോട് ഒരു ആരാധനയും കൂടെ തോന്നുന്നുണ്ടെന്നൊക്കെ നമ്മുടെ ഗൗതം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയുടെ ചങ്കൊന്ന് ഇടിച്ചു. അങ്ങനെ ഗൗതം നമ്മുടെ നന്ദയെക്കുറിച്ച് വാതോരാതെ ഇവരുടെ മുന്നിലിരുന്ന് സംസാരിക്കുക. അപ്പം തൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ഇതിലിങ്ങനെ നമ്മുടെ പിങ്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഗൗതത്തിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. പെട്ടെന്ന് എനിക്കിങ്ങനെ പോകേണ്ടി വന്നു എന്നുള്ള കാര്യം ഗൗതം അവരോട് പറഞ്ഞു. ഗൗതത്തിൻ്റെ ഈ ഒരു സംസാരം അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂ അവർക്ക് ഒരുപാട് ഇഷ്ടമായി. അവരെല്ലാവരും കൈയടിച്ച് ഒരുപാട് താങ്ക്സ് ഒക്കെ നമ്മുടെ ഗൗതത്തിനോട് പറഞ്ഞു. അതൊക്കെ പറഞ്ഞ് അവരും പോയി. നമ്മുടെ ഗൗതം ഇങ്ങനെ നേരെ ADGPയെ കാണാനായിട്ട് വരികയും ചെയ്തു. അദ്ദേഹത്തിനെ കാണാൻ വന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം കാര്യങ്ങളെല്ലാം പറയുവാണ് ഗൗതത്തിനോട്. വേറൊന്നുമല്ല, നമ്മുടെ നന്ദ വന്നിരുന്ന് അച്ഛൻ്റെ ആ ഒരു ജോലിയുടെ കെയർ ഓഫിൽ തനിക്കൊരു ജോലി കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ വിരമിക്കൽ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ നമ്മുടെ നന്ദയ്ക്ക് ജോലി കിട്ടില്ലെന്നുള്ള കാര്യവും മാത്രമല്ല, അച്ഛൻ്റെ പോസ്റ്റിൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു പിയൂണോ ക്ലർക്കോ ആ ഒരു തസ്തികയിൽ നിന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. തൻ്റെ ഭാര്യയായ ACP ആയ തൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ജോലിയുടെ ആവശ്യം ഉണ്ടോടോ എന്നൊക്കെ ചോദിച്ചു. അതുമാത്രമല്ല, വിനയചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തി നല്ലൊരു പോലീസുകാരനായിരുന്നു എന്നും ആ വ്യക്തി അതുപോലെ ആ ജോലിയെ സ്നേഹിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കുക എന്നുള്ളത്. അപ്പോൾ വല്ല ഗുമസ്തപ്പണിക്കും നമ്മൾ ആ കുട്ടിയെ പറഞ്ഞു വിട്ടാൽ അയാളോട് ചെയ്യുന്ന വലിയൊരു ചതിയാവില്ലേ അത് എന്നിങ്ങനെ ADGP ചോദിക്കും നമ്മുടെ ഗൗതത്തിനോട്. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു വിരമിക്കൽ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജോലി ഇനി ഇല്ല എന്നുള്ള കാര്യവും പറഞ്ഞു എന്ന കാര്യമൊക്കെ പറയുമ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ നന്ദ എന്നോടൊരു കാര്യം തിരിച്ചു ചോദിച്ചു. സ്വയം വിരമിക്കൽ അതിൻ്റെ സാങ്ഷൻ വരാത്ത സ്ഥിതിക്ക് അച്ഛൻ ഒരു പോലീസുകാരുടെ കൂടെ ഒരു ഓപ്പറേഷന് പോയപ്പോഴാണല്ലോ കൊല്ലപ്പെടുന്നത്. അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ്റെ ഇതിലുള്ള ജോലി എനിക്ക് കിട്ടിക്കൂടെ എന്ന് ചോദിച്ചു. ആ കുട്ടി ചോദിച്ച ആ ചോദ്യത്തിന് നമ്മൾ മറുപടി കൊടുക്കണ്ടേ ഗൗതം? അതിൽ
അങ്ങനെ ആ കുട്ടി ആ ഒരു തീരുമാനവുമായി കേസൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ അതിൽ പെട്ടുപോകുന്നത് ആരാണെന്ന് തനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ആരാ സാർ, എന്താണെന്നൊക്കെ ഗൗതം ചോദിച്ചപ്പോൾ താനായിരിക്കില്ലേ എന്ന് ചോദിച്ചു. ഞാനോ? ഞാൻ എങ്ങനെ ഇതിൽ പെടും സാർ എന്ന് ചോദിച്ചപ്പോൾ വിരമിക്കൽ സാങ്ഷനായിട്ട് വന്നിട്ടും പോലീസ് യൂണിഫോമിൽ ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കാനായിട്ട് പോലീസ് സേനയിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കുന്ന പ്രവൃത്തിയല്ലേ ശരിക്കും താൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രതിസ്ഥാനത്ത് താനല്ലേ വരിക എന്ന് ചോദിച്ചു. സാർ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ താൻ ടെൻഷൻ ആവുമൊന്നും വേണ്ട, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നന്ദയോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വല്ലാത്ത വിഷമമായി. നന്ദ ഒരുപാട് സങ്കടപ്പെട്ടാണ് പോയത്. അപ്പം നന്ദ ഇതെല്ലാം അറിഞ്ഞിട്ട് പോയിട്ട് ആ ഒരു ഇതിലാണ് നന്ദയെ കാണാതായിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഗൗതം ചിന്തിച്ചു തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനോട് കൂടിയാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നന്ദി.